ഇപ്പം ഈ കേരളത്തിലെ ഏറ്റവും പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഒരു ശ്രീരാമക്ഷേത്രത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്താണ് ആ ഒരു അനുഭവം എന്ന് പറയുന്നത്? ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ശ്രീരാമക്ഷേത്രമാണ്. അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ്. ആ ഒരു പ്രൗഢിയും അതിൻ്റെ ആ ഒരു ഗരിമയൊക്കെയും ഇപ്പോഴും നമുക്ക് ക്ഷേത്രത്തിൽ. അപ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് പ്രേക്ഷകരും. അപ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം പറയുന്നത് ഏറെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഈ രാമായണ മാസം ഭക്തിസാന്ദ്രമായ നാലമ്പല ദർശനത്തിന് തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നുമാണ്. ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. റിപ്പോർട്ട് കാണാം. നിറഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്ത് ഭക്തജന രക്ഷകനായി കുടികൊള്ളുന്നതാണ് തൃപ്രയാറപ്പൻ. സർവ്വദുരിതഹരൻ തൃപ്രയാറപ്പനെന്നും ഒപ്പം തന്നെ ത്രിമൂർത്തി ഭാവത്തിൽ ചതുർഭുജ ശ്രീരാമനെന്നും അറിയപ്പെടുന്നു. നമുക്ക് കാണാം തൃപ്രയാറപ്പന്റെ വിശേഷങ്ങൾ. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇന്ന് ലോകപ്രസിദ്ധമാണ്. രാമായണ മാസം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും. രാമമന്ത്രം ജപിച്ച് നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം വണങ്ങുന്നത് തൃപ്രയാറപ്പനെയാണ്. മഹാവിഷ്ണുവിന്റെ അഞ്ജനശിലാ പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു. ശ്രീദേവി ഭൂദേവി സമേതനായ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ മാറാത്ത ദുരിതങ്ങളില്ല എന്നാണ് വിശ്വാസം. ഭഗവാന്റെ കൈകളിൽ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും കോദണ്ഡം ശിവനെയും അക്ഷരമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഇരുവശത്തുമുള്ളത് ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ശ്രീകോവിലിനെ ചുറ്റിയുള്ള നാലമ്പലം അതിവിശാലമാണ്. പുറംചുവരികൾ വിളക്കുമാട കൊണ്ട് അലങ്കൃതം. സന്ധ്യയ്ക്ക് ഇവയിൽ തിരിയിട്ട് കത്തിക്കുമ്പോൾ അതിസുന്ദരമാകും. ഒരു മഹാക്ഷേത്രത്തിന് വേണ്ട എല്ലാ പൂജാതി കർമ്മങ്ങളും ഇവിടെയുണ്ട്. ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇത്. ദ്വാരക പ്രളയത്തിൽ വന്ന് പെട്ടപ്പോൾ അതിൽ നിന്ന് 4 കരയ്ക്ക് കടലിൽ അടിഞ്ഞ് അത് കടലിൽ നിന്ന് മുക്കുവർക്ക് കിട്ടിയിട്ട് അത് 4 ദിക്കിലായിട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അതിലാദ്യത്തെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, രണ്ടാമത്തെ ഇരിയാലക്കുട കൂടൽമാണിക്യം, മൂന്നാമത്തെ പായമ്മൽ മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, 4ാമത്തെ പായമ്മൽ ക്ഷേത്രം. അങ്ങനെ ഇതിലാണ് അത് ആ നാടുവഴിക്ക് കിട്ടി. അങ്ങനെ 4 ദിക്കിലായിട്ട് ഇതായിട്ടാണ് സങ്കല്പമായിട്ട് വരുന്നത്. വെടിവഴിപാട് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. നട തുറന്നിരിക്കുന്ന സമയം മുഴുവൻ കതിനകളുടെ ഘോരനാദം കേൾക്കാം. വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ, മീനൂട്ട്, അതുപോലെ കാത്തര വഴിപാട്, അതിന്റെയൊക്കെ പ്രത്യേകത. മീനൂട്ട്, വെടിവഴിപാട്, കളഭം ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് വഴിപാട് നടത്തുന്നത്. വെടിവഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യസാധ്യമാണ് വെടിവഴിപാട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കളഭം അതേമാതിരി തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചാൽ അത് ശ്രീരാമസ്വാമിക്ക് ചെയ്യണ ഒരു വഴിപാടാണ് കളഭം. പ്രസിദ്ധമായിട്ടുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ട്. അതായത് മീന് ഭക്തർ നൽകുന്ന ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കാൻ മത്സ്യത്തിന്റെ രൂപത്തിൽ ഭഗവാൻ എത്തുന്നു എന്നാണ് ഐതിഹ്യം. ഇതിനു മുമ്പ് പ്രധാനമന്ത്രി അടക്കം വന്ന് ഈ കടവിലിരുന്ന് മത്സ്യങ്ങൾക്ക് മീനൂട്ടിയതും വലിയ വാർത്തകളിൽ ഇടം പിടിച്ച സംഭവമാണ്. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിനെ ഊട്ടുന്നു എന്ന സങ്കല്പത്തിലാണ് മീനൂട്ടൽ നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. രാമായണ മാസത്തിന്റെ ഭാഗമായി ഭക്തർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഹനുമാനും വിഷ്ണുമായ സ്വാമിയും ഇവിടെയുണ്ട്. ഹനുമാൻ സങ്കല്പമുള്ള മുഖമണ്ഡപത്തിൽ ദിവസേന സുന്ദരകാന്ഡ പാരായണം നടക്കും. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠകളും കാണാം. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുമുണ്ട്. നാലമ്പലത്തിന് പുറത്ത് പ്രത്യേക ശ്രീകോവിലിൽ അമൃതകലശം കയ്യിലേന്തിയ അപൂർവ പ്രതിഷ്ഠയാണ് ശാസ്താവിനുള്ളത്. മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. വടക്ക് ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. ഗോശാല കൃഷ്ണനായാണ് പ്രതിഷ്ഠാ സങ്കല്പം. ശ്രീകോവിലിന് ചുറ്റും ഒരു ഗോശാലയുടെ ആകൃതിയിലാണ് പ്രദക്ഷിണ വഴിയും ഒരുക്കിയിട്ടുള്ളത്.
രാമമന്ത്രശീലികളാൽ മുഖരിതമായിട്ടുള്ള ഈ രാമായണ മാസത്തിൽ നാലമ്പല ദർശനം ഏറെ പുണ്യമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ഈ നാലമ്പല ദർശനത്തിൽ തൃപ്രയാറപ്പനെയാണ് ആദ്യം തൊഴുന്നത്. അതിനുശേഷമാണ് മറ്റു ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികൾ പോകുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ളത്. മനുകൃഷയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ.